സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ അല്പമിനിറ്റുകൾ നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിൽ എനിക്ക് തന്ന ദൈവിക ദൂത് വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് നമ്മൾ അല്പസമയം ധ്യാനിക്കാൻ പോകുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒരാള് ശബ്ദമുയർത്തി ഒന്ന് വായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. മതി മതി മതി. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ആ വാക്യത്തിൽ വായിപ്പാൻ കഴിയുന്നത്. ആമേൻ, സ്തോത്രം. ഈ കൊലോസ്യ ലേഖനം പൗലോസിന്റെ റോമിൽ 1-ാം പ്രാവശ്യം 2 വർഷത്തെ കാരാഗ്രഹവാസ കാലത്താണ് എഴുതിയ 4 ലേഖനങ്ങളിൽ, കാരാഗ്രഹ ലേഖനങ്ങളിൽ 2-ാമത്തേതാണ് കൊലോസ്യ ലേഖനം. ഇതിനകത്തെ പ്രധാന വിഷയം സഭയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേഷ്ടക്കന്മാരെ കുറിച്ച് ശക്തമായി എതിർക്കുന്ന ഒരനുഭവമാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഈ പ്രഭാതത്തിൽ പോകാതെ ദൈവം ഏൽപ്പിച്ച ആ ദൂത് ഒന്ന് കൈമാറി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വായിച്ച വാക്യം ഇങ്ങനെയാ: അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാള് മുതൽ നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കും. പൗലോസിന്റെ പ്രാർത്ഥന, ഞങ്ങൾ ചിലത് കേട്ടു. ആരെ കുറിച്ച് കേട്ടു? എന്താണ് പൗലോസ് കേട്ടത്? അതാണ് ഇന്ന് പ്രഭാതത്തിലെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് എന്താണ് കേട്ടത്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അത് കേട്ട നാള് മുതൽ നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പൗലോസ് കൊലോസ്യ സഭയെ കുറിച്ച് ചിലത് കേട്ടിട്ടുണ്ട്. കേട്ടത് പൊയ്പോകാതിരിപ്പാൻ, കേട്ടത് നിലനിൽക്കുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പൗലോസ് കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ 5 കൂട്ടം കാര്യമാണ് പൗലോസ് കേട്ടത്. 1-ാം അധ്യായത്തിൽ പൗലോസ് കേട്ടത് 5 കൂട്ടം കാര്യമാണ്. ഒന്ന് കേട്ടത്, ആമേൻ, സ്തോത്രം, വിശ്വാസത്തെ കുറിച്ച്, പ്രത്യാശയെ കുറിച്ച്. 1-ാമത് പൗലോസ് കേട്ടത് ഈ കൊലോസ്യ സഭ പ്രത്യാശയുള്ള ഒരു സഭയാണ്. പ്രത്യാശയുള്ള ഒരു സഭയാണ്. അത് പൊയ്പോകാതിരിപ്പാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രത്യാശ? നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് വരുമെന്ന്? പ്രൈസ് ദി ലോർഡ്. നമ്മെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വരുമെന്ന്. എബ്രായ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു വാക്ക് 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം. 6-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. ആ പ്രത്യാശ, ക്രിസ്തുവിലുള്ള പ്രത്യാശ, വാഗ്ദത്തമാകുന്ന പ്രത്യാശ, നമ്മുടെ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം.
അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് അത് കടക്കുന്നതുമാകുന്നു. 3 കൂട്ടം പ്രത്യാശ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു. ക്രിസ്തുവിലുള്ള പ്രത്യാശ, വാഗ്ദത്തമാകുന്ന പ്രത്യാശ, നമ്മുടെ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ. 3 പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശ നമ്മിൽ നിന്നും പൊയ്പോകാതിരിപ്പാൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് വചനത്തിലൂടെ ഒരു ദൈവശബ്ദം ഞാൻ കൈമാറുകയാ. നമ്മുടെ പ്രത്യാശ പൊയ്പോകരുത്. നാം ഇറങ്ങിത്തിരിച്ച നാളിലെ ആ പ്രത്യാശ നമ്മിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: അപ്പച്ച, എന്നിൽ ആ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ആ പ്രത്യാശ മടക്കി തരണമേ എന്ന് ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രത്യാശ സ്വർഗം നമുക്ക് മടക്കി തരും. അത് നിലനിൽക്കുവാനാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. 3-ാം വാക്യം, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ഞങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പം 1 പ്രത്യാശ. ഹല്ലേലൂയ. ആ പ്രത്യാശയാണ് 1-ാമത്തെ വിഷയം എന്ന് പറയുന്നത്. 1, ഞങ്ങൾ അതാണ് കേട്ടത്, അത് ഞങ്ങളിൽ നിന്നും പോയി പോകരുത്. പ്രൈസ് ദി ലോർഡ്. 2-ാമത്, എല്ലാ ഭാഗവും വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2-ാമത് പൗലോസ് കേട്ടത് അടുത്ത വാക്യം തന്നെയാണ്. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസം. അവിടെയാണ് അല്പസമയം ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം പൊയ്പോകരുത്. വിശ്വാസം പൊയ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആദിമ കാലയളവിൽ ദൈവസഭകൾ വളർന്നത് തിയോളജിയിലല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ വളർന്നത് അത്ഭുതങ്ങളാല, അടയാളങ്ങളാല, വീര്യപ്രവർത്തികളാല. ഇന്ന് നമ്മുടെ സഭകളിൽ നാം ആരാധിക്കുന്ന കൂടിവരവുകളിൽ അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, വീര്യപ്രവർത്തികളില്ല. നാം ഇന്ന് ആശ്രയിക്കുന്നത് മറ്റുള്ളവരെയാ. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസം പോയി. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. നമ്മുടെ വിശ്വാസം നാം വീണ്ടെടുക്കണം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1 മുതൽ അവസാനം വരെയുള്ള വാക്യം നാം പഠിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ച് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ചില ഭക്തന്മാരുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. 1, ആമേൻ, സ്തോത്രം, ഹാബേലിനെ നോക്കിക്കൊണ്ട് ചില കാര്യം പറയുന്നുണ്ട്. നോഹയെ നോക്കിക്കൊണ്ട് ചില കാര്യം പറയുന്നുണ്ട്. പിന്നെ അബ്രഹാമിനെ ഓർത്ത് ചില കാര്യം പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ വിട്ടുപോകുകയാ. എന്നാൽ അതിനകത്ത് ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ആമേൻ, ദാവീദ്, ശൗമേൽ മുതലായവരെ കുറിച്ച് ചില കാര്യം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 30 എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വേഗത്തിൽ ഒന്ന് പോകാട്ടെ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 32, 33 വാക്യം കൂടെ. ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഖ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോക. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി അടക്കി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടക്കി, നീതിയുടെ ബലം കെടുത്തു. പ്രൈസ് ദി ലോർഡ്. മതി ഒന്ന് ശ്രദ്ധിച്ചാട്ട് അവിടെ. ആമേൻ, സ്തോത്രം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇനി എന്തു പറയുണ്ടു? ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ്. ഒത്തിരി പേരുണ്ട്. കുറച്ചു പേരുടെ പേരുകൾ മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
എന്നിവരെയും ശൗമേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ നമ്മുടെ മുൻപിലും രാവിലെ സമയമില്ല. 1 മണിക്കൂറേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാം ഒന്നും വിവരിപ്പാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. എനിക്ക് അവിടെ ബാരാക്കിനെ കുറിച്ച് പറയാൻ അല്പം ഇഷ്ടമുണ്ട്. സ്തോത്രം. ഈ ദബോറ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ദബോറ. എന്നാൽ ഈ സീസർ യുദ്ധത്തിന് വന്നപ്പോൾ ആമേൻ ബാരാക്കിനോട് ഈ ദബോര പറയുന്ന ഒരു കാര്യമുണ്ട്. കീശോൻ തോടിന്റെ കരയിൽ സീസറുമായി നീ യുദ്ധത്തിന് അണിനിരക്കണം. വിശ്വാസത്താല 900 ഇരുമ്പ് രഥമുള്ള സീസർ. ഒന്ന് ശ്രദ്ധിച്ചോണേ. 900 ഇരുമ്പ് രഥമുള്ള സീസർ. എന്നാൽ ബാരാക്കിന്റെ കയ്യിൽ ഒന്നുമില്ല, ആയുധങ്ങളൊന്നുമില്ല. ഗ്ലോറിയും ആമേനും വിക്ടറിയും അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ ഒരു ദൂത് ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം. അവിടെ ആമേൻ ബാരാക്ക ജയം പ്രാപിച്ചത് ആയുധം സീസറുടെ ആയുധം കണ്ടിട്ട് പിന്മാറുകയല്ല, വിശ്വാസത്താൽ ആമേൻ ബാരാക്ക് കാൽ ചുവടുകൾ മുൻപോട്ട് വെച്ചു. ഇതിനകത്തിരിക്കുന്ന ചില ബാരാക്കുമാരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ കാൽ ചുവടുകൾ മുൻപോട്ട് വെച്ചു, മുൻപിൽ ചില ജയം തമ്പുരാൻ കൽപ്പിക്കുമെന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട്, LC ജോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്ററെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ദൂത് പറയുകയാ. കാൽ ചുവടുകൾ മുൻപോട്ട് വെച്ചു, അധൈര്യപ്പെട്ട് നിൽക്കരുത്, യുദ്ധത്തിൽ തോറ്റുപോകത്തില്ല, വിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരു ദൈവ പ്രവൃത്തി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നീ ഞരങ്ങുന്ന വിഷയത്തിനകത്ത്, നെടുവീർപ്പിടുന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആലോചന പറയുകയാ. നോക്കുകേ, അവിടെ ജയം പ്രാപിച്ചത് സീസർ അല്ല. പ്രൈസ് ദി ലോർഡ്. ജയം പ്രാപിച്ചത് ബാരാക്ക. എങ്ങനെ ജയം പ്രാപിച്ചു? ആമേൻ. സ്തോത്രം. ഒരു ദൂത് ഞാൻ കൈമാറാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്. കീശോൻ തോട്, പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. കീശോൻ തോട്, പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഒഴുക്കാൻ പറ്റാത്ത വിഷയത്തെ സ്വർഗം നിനക്ക് വേണ്ടി ഒഴുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ മുൻപിൽ ആമേൻ നീങ്ങിപ്പോകാത്ത ചില വിഷയങ്ങളുണ്ട്. അതിനെ എങ്ങനെ നീക്കം ചെയ്യുമെന്നാ നമ്മുടെ ചോദ്യം. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുകയാ, സ്വർഗം അതിനെ നീക്കം ചെയ്യാൻ പോകുകയാ. എങ്ങനെ നീക്കം ചെയ്യും? ആമേൻ. സൽമോനിൽ ഹിമം പെയ്യും. സൽമോനിൽ ഹിമം പെയ്യും. ആ ഹിമം ഒഴുകി വരുന്നത് കീശോൻ തോട്ടിലേക്കാ. ആ ഹിമം ഒഴുകി വരുന്നത് കീശോൻ തോട്ടിലേക്കാ. അങ്ങനെ ഉടമാനക്ഷസ്മി അർബോഡികൾ കരാദികക്ഷസ്മാനകൾ കട്ടരത്തരച്ചസിയാരഘടക, ആ വെള്ളം, ആ മഞ്ഞ് അവരെ ഒഴുക്കിക്കൊണ്ടുപോകും. വിശ്വാസത്താൽ ബാരാക്ക് തന്റെ ശത്രുവിന്റെ മേൽ ജയം പ്രാപിച്ചു. 2, അവിടെ പറയുന്നത് ശിംശോന. ഈ ശിംശോനെ കുറിച്ച് അല്പം കൂടെ ആഴമായി ചിന്തിക്കുമ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 അധ്യായങ്ങളിലാ നമുക്ക് ശിംശോനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അതിൽ ഈ 3 അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ 4 പ്രാവശ്യം ശിംശോന്റെ മേൽ ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. 4 പ്രാവശ്യം.
ഒന്ന്, ആത്മാവ് വന്നത് 13-ാം അധ്യായം ഒടുവിലത്തെ വാക്യമാണ്. 2, ആത്മാവ് വന്നത് 14-ാം അധ്യായം 5-ാം വാക്യമാണ്. പിന്നെ 3-ാമത് ആത്മാവ് വന്നത് 14-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. പിന്നെ 4, ആത്മാവ് വന്നത് 15-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ശിംശോനെ കുറിച്ച് ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ തിമ്നയിലേക്ക് അപ്പനോടും അമ്മയോടും ഒരുമിച്ച് വരുമ്പോൾ അവന്റെ നേരെ ഒരു ബാലസിംഹം അലറി വരികയാ. ഇന്ന് രാവിലെ ഒരു ദൈവശബ്ദം ഞാൻ കൈമാറുകയാ. നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, ആമേൻ, ദൈവസഭകൾക്ക് നേരെ, വാഗ്ദത്തങ്ങൾക്ക് നേരെ അലറി വരുന്ന ചില വിഷയങ്ങളുണ്ട്. അത് കണ്ട് നീ ഭയപ്പെടേണ്ട. അതിനെ കീറാൻ ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. വിശ്വസിക്കുന്നവർ രാമയും പറഞ്ഞാട്ട്, വിശ്വസിക്കുന്നവരെ രാമയും പറഞ്ഞാട്ട്. എല്ലാവരുടെയും നേരെ ഒന്നും ആമേൻ ബാലസിംഹം വരികയില്ല. ആമേൻ, വാഗ്ദത്തമുള്ള, വാഗ്ദാനം പ്രാപിച്ച, ആമേൻ, ദൈവകൃപയുള്ള നിന്റെ നേരെ ചിലത് അലറി വരും. ഇന്നും അലറിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ ദൈവാത്മാവിനോട് പറയുകയാ. ഇത് കണ്ട് നീ ഭയപ്പെടേണ്ട. വിശ്വാസത്താൽ അതിനെ കീറാൻ ഞാൻ നിന്റെ മേലൊരു ബലം തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ആ ബലം നീ ആത്മാവിലൊന്ന് വീണ്ടെടുക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ആ ബലം നീ ഒന്ന് വീണ്ടെടുക്കട്ടെ. നീ പ്രാപിച്ച ദൈവകൃപ വീണ്ടും ഒന്ന് വീണ്ടെടുക്കട്ടെ. നീ പ്രാപിച്ച ദൈവശക്തി വീണ്ടും ഒന്ന് വീണ്ടെടുക്കട്ടെ. ഉടമനസി അമ്പൽ ഖമാന വൈഷസ്മിയാറകൾ കടക. ഹല്ലേലൂയ. മുൻപോട്ട് ഞാൻ പോകയാ. ശ്രദ്ധിച്ചേ. ശിംശോൻ പിന്നെ വരുന്നത് നോക്കുകയും, ആമേൻ, 15-ാം അധ്യായം 15-ാമത്തെ വാക്യമാ. അവന്റെ കയ്യിൽ ഒരു പുതിയ കയറ് കെട്ടിയെന്ന, ഒരു പുതിയ കയർ. നിനക്കെതിരെ ഒത്തിരി കയറുകളുണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം. വാഗ്ദത്തങ്ങൾക്കെതിരെ ഒത്തിരി കയറുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടത്തില്ല. നാം ജയിച്ചവനെ ആരാധിക്കുന്നത്, നാം തോറ്റവനെയല്ല ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയുന്നു, നാം ജയിച്ചവനെ ആരാധിക്കുന്നത്. പിന്മാറിപ്പോകരുത്. ചിലരോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാ. നീ ഭ്രമിച്ചു പോകരുത്. നീ ആത്മാവിലൊന്ന് കുതിച്ചു കയറണം. ആത്മാവിൽ നീ ഒന്ന് കുതിച്ചു കയറണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒതുക്കുവാൻ, നിന്റെ ശുശ്രൂഷ ഒതുക്കുവാൻ, നിന്റെ വെളിപ്പാടുകളെ ഒതുക്കുവാൻ, നിന്റെ ദർശനങ്ങളെ ഒതുക്കുവാൻ നിനക്ക് നേരെ കയറി വരുന്ന വിഷയങ്ങൾ ഒന്നല്ല, രണ്ടല്ല, പലതാ. പക്ഷെ നീ അത് കണ്ട് ഭയപ്പെടരുത്. അതിനെ കീറാൻ, അതിനെ വലിച്ചു കീറാൻ, അടുത്തത് ദൈവാത്മ പറയുന്നു, അതിനെ ഇല്ലായ്മയാക്കുവാൻ നിന്റെ മേലൊരു അസാധാരണമായ പവർ ഉണ്ട്. ആ പവർ ഈ ദിവസങ്ങളിൽ നീ വീണ്ടെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നടക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വിശ്വാസം പോകാൻ കാരണം, ഈ ആസ ആദ്യം ആമേൻ വിശ്വസിച്ചത് ദൈവത്തിലായിരുന്നു. ആസ പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ ആസ ആദ്യം, ആമേൻ, സ്തോത്രം, വിശ്വസിച്ചത് ദൈവത്തിലാണ്. പക്ഷേ ആമേൻ, സ്തോത്രം, കാലിൽ ദീനം വന്നപ്പോൾ അവൻ ആശ്രയിച്ചത് ദൈവത്തിലല്ല, വൈദ്യന്മാരാല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സൗഖ്യം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച നമ്മൾ പലപ്പോഴും ഇന്ന് മനുഷ്യരിലേക്ക് ആശ്രയം മാറിപ്പോയി. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ പാടി, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആശ്രയം ദൈവത്തിലായി തീർന്നാൽ നമുക്ക് ജയം ഉറപ്പാ, നമുക്ക് വിടുതൽ ഉറപ്പാ. നമുക്ക് ആമേൻ, സ്തോത്രം, ഏതു മേഖലകളിലും വിശ്വാസത്താൽ നമുക്ക് കയറി പോകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് രോഗമായിരുന്നാലും, ഏത് രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നാലും നീ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ ആ രോഗം സൗഖ്യമാകും. ആ രോഗം നിന്റെ ശരീരം വിട്ടു മാറും.
യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. പ്രൈസ് ദി ലോർഡ്. ഞാന് ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. ഹൈദരാബാദിൽ രാമകുണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്ലോറിയാസ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട്. ഗ്ലോറിയാസ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ്. ആ ചർച്ചിന്റെ നേതൃത്വ നിര വഹിക്കുന്നത് ഒരു മാതാവാ. 65 വയസ്സുള്ള മേരക്കായ് എന്ന് പറയുന്ന ഒരു മാതാവാ. TPM ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മരുന്നെടുക്കത്തില്ല. ഈ മാതാവിന്റെ കാലയിൽ ഒരാണി കൊണ്ട് അതങ്ങ് പഴുത്തു. അത് കാല് പഴുത്തു, വയറ് പഴുത്തു, കൈ പഴുത്തു, തല പഴുത്തു, എല്ലാം പഴുത്തു. ശരീരമാസകലനം പഴുത്തു. ഞാൻ ഹൈദരാബാദിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരാള് എന്റെ ട്രാൻസ്ലേറ്ററിനോട് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ രോഗിയുണ്ട്, ആമേൻ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഞങ്ങള് ദൈവത്തോട് ആലോചന ചോദിച്ച് ആമേൻ ഞങ്ങള് രാമകുണ്ടത്തേക്ക് യാത്ര തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഏകദേശം രാമകുണ്ടം അടുക്കാറായപ്പോൾ അടുത്തൊരു കോള് കേട്ടത് ഇങ്ങനെയാണ്: ഗ്ലോറിയാസിലെ അമ്മ മരിച്ചുപോയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്റെ ട്രാൻസ്ലേറ്റർ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ദൈവനിയോഗം കിട്ടിയിട്ടല്ലേ അങ്ങോട്ട് യാത്ര തിരിച്ചത്? നമ്മൾ ഒരുമിച്ച് യാത്ര ആകുന്നത്. അയ്യോ, അമ്മ മരിച്ചല്ലോ, ഇനി നമ്മൾ എന്തിനാ പോകുന്നത്? ഞാൻ ഉടനെ അദ്ദേഹത്തോട് ഇങ്ങനെയാ പറഞ്ഞത്: ആ അമ്മ മരിച്ചിട്ടില്ല, ആ അമ്മയുടെ മിനിസ്ട്രി തീർന്നിട്ടില്ല. ആ മിനിസ്ട്രി തീരാതെ അമ്മയുടെ പ്രാണൻ എടുക്കപ്പെടുകയില്ല. അയ്യോ, അവര് വിളിച്ചു പറഞ്ഞത് കള്ളമാണോ? ഞാൻ പറഞ്ഞു, അത് കള്ളമാകട്ടെ ശരിയാകട്ടെ, നമ്മൾ വിശ്വാസത്താൽ അവിടെ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഗ്ലോറിയാസ് മിനിസ്ട്രീസ് രാമകുണ്ടം എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഒരമ്മയെ കാണാം. അമ്മയാ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ദൈവം ഇറങ്ങി വന്ന് ആ ശരീരത്തിലെ പഴുപ്പുകളെ ആ ശരീരത്തിൽ നിന്ന് മാറ്റി അത്ഭുത സൗഖ്യം ദൈവം കൊടുത്തു. ഇന്ന് ഓടി നടക്കുക. കഴിഞ്ഞ ദിവസം ഞാന് അവരുടെ ആമേൻ സ്തോത്രം സഭയിൽപ്പെട്ട ഒരാളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ മെസ്സേജ് പറയുവാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ വീൽ ചെയറിൽ നടക്കുന്ന അമ്മയാ കണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഓടി നടക്കുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടു. സ്തോത്രം. എന്താ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞെന്നറിയാമോ? അവർ ആമേൻ വൈദ്യന്മാരാൽ അവരെ ആശ്രയിക്കത്തില്ല. അവർക്ക് ലോക വൈദ്യന്മാരുടെ അടുക്കൽ പോകുന്നവർക്ക് ഇഷ്ടമല്ല. പക്ഷേ അവർ വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ പറയാം, നമ്മുടെ വിശ്വാസം എവിടെ കിടക്കുന്നു? എന്തുകൊണ്ടാ നമ്മുടെ പല വിഷയങ്ങളും ലേറ്റായി പോകുന്നത്? പല വിഷയങ്ങൾക്കും മറുപടി ഇല്ലാതെ പോകുന്നത്? ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, പൗലോസ് തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാള് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? 1, പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, വിശ്വാസം നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുകയാ, ആമേൻ സ്തോത്രം, നമ്മൾ തോമസുമാരാകരുത്. കാണാതെ അങ്ങ് വിശ്വസിച്ചോണം. പലപ്പോഴും നമ്മൾ തൊട്ടറിഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ. നമ്മുടെ വിശ്വാസം ഒത്തിരി പോയി. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, ആശയ്ക്ക് വിരോധമായി ആശയോടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിക്കാം. ചില വിടുതലുകള് നമ്മായിരിക്കുന്ന ഇടത്ത്, നമ്മായിരിക്കുന്ന ദേശത്ത്, നമ്മായിരിക്കുന്ന ഭവനത്തിന്റെ അകന്തളത്തിൽ ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? രക്തത്താല് ജയമെടുക്കുന്നു. ശരീരത്തിനകത്ത് ദണ്ഡനം അനുഭവിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവൻ ശാരീരികമായി
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, വിശ്വാസത്താൽ ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലരുടെ ശരീരങ്ങളുടെ മേൽ നടക്കുന്നത്, അവൻ വിടുതൽ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. യേശുവിന്റെ നാമത്തിൽ അത് വിടുതലായി, അത്ഭുതമായി, ദൈവപ്രവൃത്തിയായി ഈ പകൽ വെളിപ്പെട്ടു വരട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിംശോൻ വിശ്വാസത്താൽ ജയം പ്രാപിച്ചു കേട്ടോ. ഇനിയും ശ്രദ്ധിക്കണം, ഈ ശിംശോൻ ഇങ്ങനെയൊക്കെ ജയം പ്രാപിച്ചവനെ ശത്രു പുറകെ നടക്കുക. എന്തിനാണെന്നറിയാമോ? ഇവനെ ഒതുക്കാൻ, ഇവനെ തകർത്ത് കളയുവാൻ, ഇവനെ മുടിച്ചു കളയുവാൻ, ഇവനെ ഇല്ലാതാക്കി കളയുവാൻ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, നിങ്ങൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ ശിംശോൻ ആമേൻ ഒരു ദലീലയുടെ മടിയിലേക്ക് ആയിപ്പോയ സാഹചര്യം നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശക്തി ക്ഷയിച്ചുപോയി, അവന്റെ ശക്തി മൺമറഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. 28-ാം വാക്യം, 16-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനു വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തരണമേ എന്ന് പറഞ്ഞു. നോക്കുകേ മതി. ഒന്ന് ശ്രദ്ധിച്ചേ, ആ വാക്യം എന്നെ ഒത്തിരി രാവിലെ ചിന്തിപ്പിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വായിപ്പിച്ചത്. അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാ, ആമേൻ. ശിംശോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. എപ്പോഴാ താൻ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഇന്ന് രാവിലെ ഞാൻ പറയാം. ശക്തി പോയെന്ന് തനിക്ക് തോന്നി. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ പവർ പോയിട്ടും നമുക്ക് ദൈവത്തോടൊന്ന് അടുത്തു വരാൻ കഴിയുന്നില്ലല്ലോ. പവർ പോയ ശിംശോൻ, ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ആമേൻ. സിംഗിൾ ഫേസ് ആയിരുന്നു, ആമേൻ. പക്ഷേ പവർ അതിനകത്തില്ല, എല്ലാം വർക്ക് ചെയ്യുന്നില്ല. AC 4 ബെഡ്റൂമിലുണ്ട്, AC വർക്ക് ചെയ്യുന്നില്ല. ഫ്രിഡ്ജുണ്ട്, ആമേൻ. കൂളറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ആമേൻ. അത് സിംഗിൾ ഫേസിൽ നിന്നും അത് 3 ഫേസിലേക്ക് കൊടുത്താൽ അത് വർക്ക് ചെയ്യും, മുഴുവനായി സ്മൂത്തായി വർക്ക് ചെയ്യും. എന്നാൽ സിംഗിൾ ഫേസിൽ അത് ഓടത്തില്ല. നോക്കിക്കേ, ഇപ്പോൾ ശിംശോന്റെ പ്രാർത്ഥന എങ്ങനെയാണ് നോക്കിക്കേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. തന്റെ തെറ്റ് തനിക്ക് തന്നെ തോന്നി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്തത് തെറ്റായി, ആമേൻ. എന്റെ ശക്തി ക്ഷയിച്ചുപോയി. എന്റെ കണ്ണടയുന്നതിന് മുൻപ് എനിക്ക് ആ ശക്തി ഒന്ന് മടക്കി കിട്ടണമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുകയാ. ആമേൻ. എന്നെ കേൾക്കുന്ന മാതാക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവകൃപ പ്രാപിച്ച മാതാക്കൾ ഇതിനകത്തുണ്ട്. എന്നാൽ ആ ശക്തി ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ ശക്തി നമ്മിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് കൃപ തോന്നണമേ. എന്നിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവകൃപ എന്നിലേക്കൊന്ന് മടക്കി തരണമേ എന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ പ്രാർത്ഥിക്കും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒറ്റ ചിന്തയെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ ഓർക്കണമേ, ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ ഓർക്കണമേ. ആമേൻ. എത്ര പേര് ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കും? എന്നെ ഇന്ന് പകലൊന്ന് ഓർക്കണമേ, ഈ ഒരു പ്രാവശ്യം കൂടി എനിക്ക് ശക്തി തരണമേ. ശിംശോനെ, പുസ്തകത്തിനകത്ത് നിന്റെ പേര്, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നിന്റെ പേര് കയറാൻ കാരണം ഈ ഒറ്റ പ്രാർത്ഥനയാകട്ടോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, നീ വിശ്വസിച്ച് 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 പ്രാർത്ഥിച്ചാൽ ദൈവം ചില പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് ദൈവം നിന്നെ ആദരിച്ചെടുക്കുമെന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. അപ്പോൾ തന്നെ ഒരു ദൂതും കൂടെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്,
ചില നുകക്കൈകള് നിന്റെ തല നിവരാതിരിപ്പാൻ, നിന്റെ കുടുംബത്തിന്റെ തല നിവരാതിരിപ്പാൻ, നിന്റെ തലമുറയുടെ തല നിവരാതിരിപ്പാൻ, ദൈവസഭകളുടെ തല നിവരാതിരിപ്പാൻ ചില നുകക്കൈകൾ പിശാചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നമ്മൾ അതിനെ ആത്മാവിൽ അതിനെ ഒടിച്ചു കളയുകയാ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഒരല്പസമയം അന്യഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് രക്തത്താല് വചനത്താല് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ചില നുകക്കൈകൾ ഇന്ന് പ്രഭാതത്തിൽ ഒടിയട്ടെ. ആമേൻ, ആമേൻ. ആരുടെ മേലോ, ആരുടെയോ ശരീരത്തിന്റെ മേലെയോ തലമുറയുടെ മേലെയോ ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന നുകക്കൈകൾ ഇന്ന് പകൽ ഒടിയട്ടെ. ആ വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം ദൈവാത്മാവെന്നെ ചിന്തിപ്പിക്കുന്നു. 26-ാം അധ്യായം, ലേവ്യ പുസ്തകം 26-ാം അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിങ്ങളുടെ മുഖക്കൈകളെ ഒടിച്ച് നിങ്ങളുടെ തലയെ ഞാൻ എന്തോ ചെയ്യും? നിവരുമാറാക്കും. ചില തല ഉയരാൻ പോകുക. ആമേൻ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയും. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഒരു ഭാഗത്ത് നുകക്കൈ കൊണ്ടുവച്ചിരിക്കുമ്പോൾ എങ്ങനെ ഞാൻ തല ഉയർത്തും? ഇന്ന് പകൽ ദൈവാത്മാ പറയുകയാ, ചില നുകക്കൈകൾ ഒടിയുന്ന പകലായി പകല്. നിന്റെ ഭവനത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ വിശ്വാസ പ്രത്യാശയ്ക്ക് നേരെ ശത്രു വെച്ചിരിക്കുന്ന ചില നുകക്കൈകൾ നാളെ ഒടിയുമെന്നല്ല പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ചില നുകക്കൈകൾ ഇപ്പോൾ ഒടിഞ്ഞു മാറുന്നത് അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അത് രോഗമാകുന്ന ചില മേഖലകൾ ഇന്ന് പകൽക്കാലം അത് വിടുതലായി 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 ഇപ്പോൾ അത് സംഭവിക്കട്ടെ. രക്തത്താലും ജയം. ശാന്തേരിമാന അധുരാലഘടക അർബനകെട്ടി ഉടയച്ചാന ഓടികെട്ടി ഉൾക്കോറിയാനസി അമ്പക്കടക മനയച്ചുട്ടം വമ്പനാദിവൽക്കമന ഗച്ഛസ്മനാതിരിയാരകൽക്കടകസിയാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ വിഷയം, പൗലോസ് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥന വിശ്വാസം നിലനിൽക്കാൻ വേണ്ടിയ. ആമേൻ. പഴയ നിയമഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ഞാൻ ശിംശോന്റെ വിഷയം പറഞ്ഞു. ആമേൻ, സ്തോത്രം. വിശ്വാസത്താല ആമേൻ നഷ്ടപ്പെട്ടു പോയ ശക്തി ഒടുവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം ഇരട്ടിയായിട്ട് ദൈവം മടക്കി കൊടുത്തു കേട്ടോ. ദൈവാത്മാവിൽ ചിലരോട് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറയുകയാ, നഷ്ടപ്പെട്ടുപോയ ദൈവശക്തി ദൈവം മടക്കി തന്ന് ദൈവം മാനിപ്പാൻ ആഗ്രഹിക്കുക. ഒറ്റ കാര്യം, നാം സമ്മതിക്കണം. എന്ത് സമ്മതിക്കണം? നാം സമ്മതിക്കണം. എന്റെ വിശ്വാസം, എന്റെ പ്രത്യാശ, എന്റെ ആമേൻ ആദ്യ ദൈവകൃപ എന്നിൽ നിന്നും ചോർന്നു പോയി കർത്താവേ, ഞാനിതാ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽ മനസ്സ് വെച്ചാൽ ദൈവാത്മാ പറയുന്നു, ഒരു ട്രിപ്പിൾ പോർഷൻ പവർ, ഡബിൾ പോർഷൻ അല്ല, ഒരു ട്രിപ്പിൾ പോർഷൻ പവർ ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ വെളിപ്പെടും, നിന്റെ ശരീരത്തിൽ വെളിപ്പെടും. നീ പാർക്കുന്ന ഭവനത്തിന്റെ അകന്തളത്തിൽ, നീ ആയിരിക്കുന്ന മേഖലകളിൽ ഈ പ്രഭാതത്തിൽ ഒരു ദൈവശക്തിയായി നിന്നിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. 2 ശിംശോന 3 നമ്മൾ വായിച്ച വാക്യം, ഇബ്താഹ് വീട്ടിൽ തള്ളപ്പെട്ടവൻ വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് വീടിന്റെ പുറത്ത്
അവൻ അടിച്ചു പുറത്താക്കപ്പെട്ടവൻ. നോക്കിക്കേ, ഇബ്താഹിദ പുസ്തകത്തിനകത്ത് എങ്ങനെ, ഒറ്റ കാര്യം ഞാൻ പറയാം, നീ തള്ളപ്പെട്ടവനാണെങ്കിലും യുദ്ധം ചെയ്യുവാൻ പ്രാപ്തന്മാരാരുമില്ലാതിരുന്നപ്പോൾ ഇബ്താഹി, നിന്നെയാണ് ഞാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നോടൊരു വാക്ക് ഇങ്ങനെ പറയാൻ പറയുന്നു: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ, 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 ആമേൻ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ഇബ്താഹ് വീടിന്റെ മൂലക്കല്ലായി മാറി. ഇതിനകത്തിരിക്കുന്ന ചില സഹോദരിമാരോട് ദൈവാത്മാവ് ദൂത് പറയുക, നീ ഭവനത്തിന്റെ ഒരു മൂലക്കല്ലാകാൻ പോകുക. എവിടെയൊക്കെയോ നീ തള്ളപ്പെട്ടവളാ, എവിടെയൊക്കെയോ നീ തള്ളപ്പെട്ടു പോയ അനുഭവമാ. പക്ഷെ ഇന്ന് പകൽക്കാലം റമണി മടകത്തുരച്ചസ്മിയാര, തള്ളപ്പെട്ടവരുടെ നടുവിൽ ദൈവം നിന്നെ ഒന്ന് മാനിക്കാൻ പോകുക, നിന്റെ തലയൊന്ന് ഉയർത്താൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദാവീദ്, ആമേൻ, ആമേൻ, എന്നിവരെയും ശൗമേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഇനി അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ഇന്ന് രാവിലെ നമുക്ക് ചിലതിനെ അടക്കണം. നമുക്ക് നേരെ നിൽക്കുന്ന ചില വിഷയത്തെ വിശ്വാസത്താൽ ഇന്ന് രാവിലെ നമുക്ക് അതിനെ അടക്കണം. രാജ്യങ്ങളെ അടക്കി. അടുത്ത വാക്യം ഇങ്ങനെയാ: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി. ചില വിഷയത്തിന്റെ മേൽ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനല്ലേ പ്രാർത്ഥിക്കുന്നത്? ഈ വിഷയത്തിന്റെ മേൽ അപ്പാ നീ ഒന്ന് നീതി വെളിപ്പെടുത്തണമേ എന്ന്, നീ ഒന്ന് നീതിയോടെ ഉത്തരമറിയണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഇന്ന് രാവിലെ ദൈവാത്മാ ദൂത് പറയുകയാ, നിന്റെ വിഷയത്തിന്റെ മേൽ സ്വർഗം ഒരു നീതി വെളിപ്പെടുത്താൻ പോകുക. സ്വർഗം ഒരു നീതി വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആമേൻ പറയട്ടെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുടെ മേൽ ദൈവം നീതി നടത്തി. രക്തത്താല് വചനത്താല് ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാ. നീതി നടത്തും. നീതിയുള്ള ഒരു ന്യായാധിപതി സ്വർഗത്തിലുണ്ട് കേട്ടോ. അവൻ നീതിയോടെ നമുക്ക് ഉത്തരമരുളും. അവൻ നീതി നടത്തി. പിന്നെ പറയുന്നത് എന്താ നോക്കിയേ, വാഗ്ദാനം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? വിശ്വാസത്താൽ. ദൈവം പറഞ്ഞ ചില വാഗ്ദത്തം നമ്മുടെ തലമുറയോട്, നമ്മുടെ കുടുംബങ്ങളോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കാണാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങളിൽ കുടുംബങ്ങളോട് ഞാൻ പറയാം, ചില വാഗ്ദത്തം ഈ ആണ്ട് തീരുന്നതിന് മുൻപ്, അല്ല ഇന്ന് പകൽ ഈ നവംബർ മാസം 27-ാം തീയതി പകൽ, ആമേൻ, 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 നിന്റെ ഭവനത്തിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ആ വാഗ്ദാനം നിവർത്തിക്കുന്നത് നിന്റെ കണ്ണാലെ നീ ഒന്ന് കാണാൻ പോകുക. ആത്മാവിൽ അതിനെ ഒന്ന് റിസീവ് ചെയ്താട്ട്, ആത്മാവിലെ ദൂതിനെ ഒന്ന് റിസീവ് ചെയ്താട്ട്, വെറുതെ ഇരിക്കാതെ അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് ആ ദൂതിനെ ഒന്ന് റിസീവ് ചെയ്താട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞങ്ങളെ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുകയാ. ഞങ്ങളുടെ വിടുതലുകളെ ലേറ്റാക്കുന്ന, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ലേറ്റാക്കി മാറ്റുന്ന, ഇന്ന് നടക്കേണ്ടുന്ന വിടുതലുകള് നാളെയിലേക്ക് മാറ്റുന്ന അനുഭവങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ശാസിച്ച് അതിന്റെ മേലൊരു ജയം കൽപ്പിക്കുകയാ. ഇന്ന് രാവിലെ ചില വിടുതലുകൾ ചില ഭവനാന്തരീക്ഷത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കട്ടെ. തലമുറയുടെ മേൽ കൽപ്പിക്കട്ടെ.
ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല. ഇന്ന് പകൽ നിന്റെ വാഗ്ദത്ത സമയമാ. ഈ 2025 നവംബർ 27 നിന്റെ വാഗ്ദത്ത സമയമാ. നീ ആത്മാവിൽ അതിന്റെ കൈരങ്ങളിലേന്ത്, നീ അതിന്റെ ആത്മാവിൽ കരങ്ങളിലേന്ത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തോട് ദൈവാത്മാവ് തന്ന ഒരു ദൂതോടെ ഞാൻ പറയാം. പ്രൈസ് ദ ലോർഡ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ നാം വായിക്കുമ്പോൾ സ്നേഹിതന്മാരുടെ ഉപമയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വന്ന് സ്നേഹിതനോട് ചോദിക്കുന്നു, എന്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വന്നു, അവന് 3 അപ്പം വായ്പ വരണമെന്ന്. 3 അപ്പം വായ്പ വരണമെന്ന്. ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ 3 അപ്പത്തിന് 3 തടസ്സം പറഞ്ഞതായിട്ട് അവിടെ വായിക്കുന്നത്. 3 അപ്പത്തിന് 1 തടസ്സമല്ല, 2 തടസ്സമല്ല, 3 തടസ്സം പറഞ്ഞു. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ വചനത്തോടുള്ള ബന്ധത്തിലാ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രി അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. എന്നെ പ്രയാസപ്പെടുത്തരുത്. കഥകടച്ചിരിക്കുന്നു. 2 കഥകടച്ചിരിക്കുന്നു. 3 പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. എത്ര അപ്പമാ ചോദിച്ചേ? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എത്ര അപ്പമാ ചോദിച്ചേ? 3 അപ്പമാ ചോദിച്ചേ. 3 അപ്പത്തിന് എത്ര തടസ്സമുണ്ട്? മിണ്ടുന്നില്ലാരും. 3 തടസ്സം. 3 അപ്പത്തിന് 3 തടസ്സമുണ്ട്. രക്തത്താൽ ജയം. എന്റെ ചോദ്യം, ഈ 3 തടസ്സങ്ങളും കേട്ടിട്ട് അവൻ പോയോ, അതോ അവിടെ തന്നെ നിന്നോ? ഇന്ന് രാവിലെ ദൈവാത്മാവ് എനിക്ക് തരുന്ന ദൂതി ഞാൻ കൈമാറുകയാണ്. ആമേൻ, സ്തോത്രം. 3 തടസ്സമുണ്ട് നിന്റെ വിഷയത്തിന്റെ മേൽ. പക്ഷേ ഈ തടസ്സം കണ്ട് നീ പിന്മാറരുത്. നിനക്കുള്ളത് ഈ വീട്ടിനകത്തുണ്ട്. നീ ചോദിച്ചത് 3, പക്ഷെ ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത് വേണ്ടുന്നിടത്തോളമാ. 3 അപ്പമല്ല തരാൻ ആഗ്രഹിക്കുന്നത്. നീ പോകരുത്, മുട്ടിക്കൊണ്ടിരുന്നോണം. ദൈവാത്മാവെന്നോട് അങ്ങനെ പറയുന്നു. ആമേൻ. ഇതിനകത്തൊരു സിസ്റ്ററെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. പ്രത്യഭ ജോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ പരിശുദ്ധാത്മാവെന്നോട് ഇങ്ങനെ പറയുന്നു, രക്തത്താൽ ജയം. നീ മുട്ടിക്കൊണ്ടിരിക്കണം. നിനക്ക് ഞാൻ 3 അപ്പമല്ല തരുന്നത്, വേണ്ടുന്നിടത്തോളമാ, വേണ്ടുന്നിടത്തോളമാ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ദൂത് ആ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. 3 തടസ്സം നിന്റെ മുൻപിലുണ്ട്. വിഷയങ്ങളുടെ മേൽ തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെ കണ്ട് നീ പോകാതെ അവിടെ നിന്ന് മുട്ടിക്കൊണ്ടിരുന്നാൽ അവൻ വേണ്ടുന്നിടത്തോളം നിന്റെ ആവശ്യത്തിനനുസരിച്ച് തന്ന് നിന്നെ സന്തോഷിപ്പിക്കുമെന്ന്, തന്ന് നിന്നെ മാനിക്കുമെന്ന് ഇന്ന് രാവിലെ ഒരു ദൂത് ആ പ്രിയ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. മിനി സണ്ണി എന്ന് പറയുന്ന ഒരു ആന്റിയെ ഞാൻ കാണുന്നു. രക്തത്താൽ ജയം. ആ പ്രിയനാശിയോടും ഇന്ന് രാവിലെ ദൈവാത്മാവ് ദൂത് പറയുന്നു, വേണ്ടുന്നിടത്തോളം. ഇന്നുള്ളതല്ല, ആമേൻ, അതിലും ശ്രേഷ്ഠകരമായ ചില നന്മകള്, ആത്മീയ നന്മകള്, ആത്മീയ ഉയർച്ചകള് ദാസി തന്ന് ഞാൻ നിന്നെ മാനിക്കുമെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് പ്രിയദാസിയോട് ദൂത് കൈമാറുന്നു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിമ്മി ജോസ് എന്ന് പറയുന്ന ഒരു ദാസിയെ ഞാൻ കാണുകയാ. രക്തത്താൽ ജയം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ദൈവം ചിലത് നിന്റെ ഭവനത്തിനകത്ത് ചെയ്യാൻ പോകുക.
അടച്ചു വെച്ചിരിക്കുന്ന ഒന്ന് തുറന്നു വരാൻ കഴിയാതെ അതിനെ അടച്ച് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു, ആ അടപ്പ് ദൈവം തെറിപ്പിച്ചു മാറ്റി തലമുറയോടുള്ള ബന്ധത്തിൽ ഒരു വിടുതല് ഈ പ്രഭാതത്തിൽ ദൈവം കൽപ്പിക്കുമെന്ന് ആത്മാവ് പ്രവചന ശബ്ദത്തിൽ ദൂത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അടപ്പ് തെറിച്ചു പോകട്ടെ. ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വിൽസൺ മാത്യു എന്ന് പറയുന്ന ഒരു പിതാവിനെ ഞാൻ കാണുന്നുണ്ട്. ആത്മാവിനോട് ഇങ്ങനെ പറയുകയാ, ആമേൻ. തടസ്സം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പലതാ. പക്ഷേ തടസ്സം കണ്ട് നീ പിന്മാറരുത്. തടസ്സം കണ്ടുകൊണ്ട് നീ ഓടുകയും അരുത്. പിടിച്ചു നിന്നോ. ഒരു ദൈവപ്രവൃത്തി കാണാൻ സമയമായി. ഇനിയും സമയം നീണ്ടു പോകില്ല. എന്റെ മഹത്വം എന്റെ ദാസൻ ഈ ദിവസങ്ങളിൽ അത് കാണുമെന്നും അത് പ്രാപിച്ചെടുക്കുമെന്നും ദൈവാത്മാവ് ദൂത് പറയുന്നു. 26 ആരംഭം, ജാനുവരി ഫെബ്രുവരി മാസം പ്രാർത്ഥിച്ചു. ചില മറുപടികൾ ആമേൻ ഭവനാന്തരീക്ഷത്തിനകത്ത് ഞാൻ വെളിപ്പെടുത്തും. ശാരീരികമായ ചില വിടുതലുകൾ ശരീരത്തിന്റെ മേൽ കൽപ്പിക്കുമെന്നും ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. പ്രാർത്ഥിച്ചു മുന്നേറുക. കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും ഞാൻ വചനത്തിലേക്ക് വരികയാ. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. വിശ്വാസം, വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മൂന്നാമത്തെ പ്രാർത്ഥന വിശ്വാസം എന്നുള്ള വാക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം പോയി പോകരുത്. വിശ്വാസം പോയി പോകരുത്. ഒന്ന്, പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2, വിശ്വാസം നിലനിൽക്കാൻ പൗലോസ് പ്രാർത്ഥിച്ചു. 3 4-ാം വാക്യം തന്നെയാ. കൊലോസി ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം തന്നെ. സ്നേഹം, സ്നേഹം, സ്നേഹം അതും പോയി പോകാതിരിപ്പാൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രത്യാശ, വിശ്വാസം, സ്നേഹം. പ്രത്യാശ, വിശ്വാസം, സ്നേഹം. ഇത് മൂന്നും നിലനിൽക്കുവാൻ ആര് പ്രാർത്ഥിക്കുന്നു? പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഇത് മൂന്നുമുണ്ടെങ്കിൽ അടുത്ത ലെവല് ഞാൻ ആത്മാവിൽ പറയാം, ബലം കായിക്കും. 6-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ്. സർവലോകത്തിലും നിങ്ങൾ ഫലം കായിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവാത്മാവിനോട് ഇന്ന് രാവിലെ ഇങ്ങനെ പറയുന്നു, ആമേൻ. സർവലോകത്തിലും നീ ഫലം കായിക്കും. ഇത് മൂന്നുമുണ്ടെങ്കിൽ ഫേബ സിസ്റ്ററെ, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നുമുണ്ടെങ്കിൽ അടുത്ത തലം നീ ഫലം കായിക്കും. എവിടെയൊക്കെ? ആത്മീയതയിലും ഭൗതികതയിലും നീ ബലം കായിക്കും. ആത്മാവ് ഇന്ന് രാവിലെ അങ്ങനെ ദൂത് കൈമാറുന്നു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ജസ്നി റോബിൻ, ദൈവാത്മ പറയുന്നു, നീ ബലം കായ്ക്കാൻ പോകുക, നീ ബലം കായ്ക്കാൻ പോകുക. ആത്മീയമായി ദൈവാത്മാവ് ചില ഫലം നിനക്ക് തന്ന് ദൈവം നിന്നെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നുമുണ്ടെങ്കിൽ അടുത്ത ലെവല് നീ ബലം കായിക്കും. ബലം കായ്ക്കത്തില്ലെന്ന് ആരൊക്കെയോ നിന്നെ നോക്കി പറഞ്ഞില്ലേ, അവരുടെ നടുവിൽ നീ ബലം കായ്ക്കാൻ പോകുകയാണ്. അവരുടെ നടുവിൽ ഒരു വ്യത്യസ്ത അനുഭവമായി ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ശാന്തിനി അൽബനാജകൽ കടകതനി അസ്തൽ കരാതി ഉട്ടലച്ചൽ കടകജനാതി റീന റോബി റൂബി ആമേ റോബി. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ആത്മീയമായി ഫലം കായ്ച്ചോണം. ആമേൻ. പിന്നത്തേതിൽ ഒരു വർധനവ്, ഇതുവരെയും ഇല്ലാത്തൊരു വർധനവ്, ഇതുവരെയും ഇല്ലാത്തൊരു വർധനവ്, ആത്മീയ വർധനവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിനകത്ത് നൽകി തന്ന് മാനിച്ചെടുക്കുവാൻ
പദ്ധതി ഇടുകയാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് വചനത്തിലൂടെ ദൂത് പറയുന്നു. റീന റൂബി എന്ന് പറയുന്നവരോട് പ്രൈസ് ദി ലോർഡ് ശക്തമായി പ്രാർത്ഥിച്ചോണം. ഒരു ദൈവപ്രവൃത്തി നിങ്ങളെ കുറിച്ച് ആമേൻ ദൈവത്തിന് ഉണ്ട്. ആ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ 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 ആമേൻ. ഇതിനകത്ത് ആമേൻ സ്തോത്രം ജയ, സജി, ജുവൽ ആമേൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയെ ഞാൻ കാണുകയാണ്. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുകയാണ്, ആമേൻ സ്തോത്രം, ആ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരം അത് നിശ്ചയമാ, അത് സ്ഥിരമാ, അത് തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഒരു വടംവലി നടത്തുന്നത് പോലെ, ഒരു പിടിവലി നടത്തുന്നത് പോലെ ചില വിഷയങ്ങളെ വടം വലിച്ച് പിടിവലി നടത്തി ഒതുക്കിക്കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ നോക്കുന്ന ഒരു മേഖല പ്രിയദാസി പ്രാർത്ഥിച്ചോണം. ഉടമനസിയാര ഒരു ജയം നിന്റെ മുൻപിലുണ്ട്. നീ കരയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, നിലവിളിക്കാൻ തുടങ്ങിയിട്ട് നീ കുറെ കാലമായി. എന്റെ കണ്ണുനീര് കാണുന്നില്ലേ? എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എനിക്കൊരു മറുപടി ഇല്ലയോ എന്ന് നിന്റെ ചോദ്യത്തിന് ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, ആണ്ട് തീരുന്നതിന് മുൻപ് 2025 ഡിസംബർ തീരുന്നതിന് മുൻപ് ചില വിടുതലുകള്, അതിന്റെ നന്മകള് ഞാൻ നിന്റെ മേൽ ഏൽപ്പിക്കുമെന്ന്, നിന്റെ ഭവനത്തിനകത്ത് അത് വെളിപ്പെടുമെന്ന് ആത്മാവ് ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാ. ശക്തമായി പ്രാർത്ഥിച്ച് മുന്നേറട്ടെ, ശക്തമായി പ്രാർത്ഥിച്ച് മുന്നേറട്ടെ. ഘടക ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബീനാജയ് എന്ന് പറയുന്ന പ്രിയദാസിയോട് ആമേൻ ശത്രു പലവട്ടം പാറ്റിക്കളയുവാൻ, ശത്രു പലവട്ടം ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ പടപൊരുതിയ സമയങ്ങള് അവിടെയെല്ലാം പിടിച്ചു നിർത്തിയത് എന്റെ കൃപയാദാസി ഉടമാനകടകസി. അനേകരുടെ രക്ഷയ്ക്ക്, അനേകരുടെ വിടുതലിന് ഞാൻ നിന്നെ കണ്ടിരിക്കുക. ഒരു ദബോറയെ പോലെ, ഒരു ദബോറയെ പോലെ, ഒരു ദബോറയെ പോലെ ദിവസങ്ങളിൽ ശക്തി ആർജിച്ചോണം, ബലം പ്രാപിച്ചോണം. വീടിനകത്ത് 3 വിഷയത്തിന്റെ നടുവിൽ ആമേ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. 3 വിഷയങ്ങൾ, 1 അല്ല 2 അല്ല 3 വിഷയങ്ങള്. ഈ ദിവസങ്ങളിൽ അതിന്റെ വിടുതല് പരിശുദ്ധാത്മാവ് അവൻ വെളിപ്പെടുത്തി തരുമെന്ന് ദൈവാത്മാദൂത് പറയുന്നു. അതിവിദൂരമല്ല, അതിവിദൂരമല്ല. ചില വിടുതലുകള് ഈ ദിവസങ്ങളിൽ ഞാൻ കൽപ്പിക്കും. ഈ ദിവസങ്ങളിൽ ഞാനത് കൽപ്പിച്ച് നൽകിത്തന്ന് മാനിച്ചുയർത്തുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ചില രോഗങ്ങള് ആ ഭവനത്തിന്റെ അകന്തളത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഉടമാനകൾ കടകസി ചിലതിനെ ബലഹീനപ്പെടുത്തി കളയുവാൻ, ഒരു സൈഡ് ഒതുക്കിക്കളഞ്ഞ് ബെഡേലാക്കി കളയുവാൻ നോക്കുന്ന ചില പൂരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒരു വിടുതൽ കൽപ്പിക്കട്ടെ, ഒരു വിടുതൽ കൽപ്പിക്കട്ടെ. ഗ്രേസി എബ്രഹാം അടൂര് ദൈവാത്മാ പറയുന്നു, ചില വാക്തത്വങ്ങൾ വാതിക്കൽ വന്നിട്ടുണ്ട്. അത് പുരക്കകത്ത് കയറാൻ സമയമായി, അത് പുരക്കകത്ത് കയറാൻ സമയമായി. ഇനി അത് പുറത്ത് കിടക്കത്തില്ല, അത് അകന്തളത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് വചനത്തിലൂടെ ആലോചന പറയുന്നു. പത്രോസ് കാരാഗ്രഹത്തിന്റെ പുറത്തു വന്നപ്പോൾ രോദ എന്ന് പറയുന്ന പെൺകുട്ടി പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞു. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് പറഞ്ഞത്, ദേ പത്രോസ് പുറത്തു വന്നെന്ന്. ദേ ചില വിടുതലുകൾ പുറത്തു വന്നു. ആത്മാവിൽ അതിനെ റിസീവ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാ. പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന 5 വിഷയത്തിന് വേണ്ടി അത് കേട്ട നാള് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു? 1 പ്രത്യാശ നിലനിൽക്കാൻ, 2 വിശ്വാസം നിലനിൽക്കാൻ, 3 സ്നേഹം നിലനിൽക്കുവാൻ, 4 ഫലം കായ്ക്കുന്നത് നിലനിൽക്കുവാൻ, 5 വർദ്ധിച്ചു വരുന്നത്, എണ്ണത്തിലൊരു വർധനവ് ആമേൻ വരുന്നത് നിലനിൽക്കുവാൻ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആത്മീയമായി നാം ഒന്ന് വർദ്ധിച്ചു വരണം. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. എന്നെ ക്ഷണിച്ച പ്രിയ
ആമേൻ. ഇതിന്റെ നടത്തിപ്പുകാരോട് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഒരു കുഞ്ഞ് ട്രെയിൻ അപകടത്തിൽ മരിച്ചു. രാവിലെ അതിന്റെ ഫ്യൂണറലാണ്. ആമേൻ, സ്തോത്രം. രാവിലെ ഡെഡ് ബോഡി 7:30 ആകുമ്പോൾ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിർത്തിയത്. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ.